Hi friends, Anwer ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പുതിയ ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ള SSLC 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മാത്തമാറ്റിക്സിന്റെ അടുത്ത ഒരു എപ്പിസോഡാണ്. അതായത് അടുത്ത ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ 4th ചാപ്റ്റർ, 4ാമത്തെ പാഠമായിട്ടുള്ള രണ്ടാകൃതി സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. സോ ഇതാണ് നമ്മളെ ഇന്നത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു എപ്പിസോഡ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചാപ്റ്റേഴ്സ്, ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പുസ്തകം, പേന തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ കയ്യിൽ വേണം. എന്നാലേ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുള്ളൂ. സോ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയുള്ള എല്ലാ എപ്പിസോഡ്സും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണും അതേപോലെ തന്നെ പ്രസ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്കും അടിക്കുക, കമൻറ്റും അടിക്കുക. സോ നമ്മുടെ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ കുട്ടികളൊക്കെ പ്രയാസമാണെന്നൊക്കെ പറയുന്ന ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതമൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു ചാപ്റ്ററാണിത്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. സോ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ഇതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു സമചതുരമുണ്ട്. ഈ സമചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഉണ്ട്. ഇതിന്റെ ഓരോ വശങ്ങളും ഓരോ സൈഡ്സും ഞാൻ 1 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഓരോ സെന്റിമീറ്റർ ഞാൻ കൂട്ടാണ് അതിന്റെ വശങ്ങൾ. അപ്പോൾ എനിക്ക് വലിയ ഒരു സമചതുരം കിട്ടും. മറ്റേ ചെറിയ സമചതുരത്തിനേക്കാൾ ഒന്നുകൂടി വലുതായിട്ടുള്ള ഒരു സമചതുരം കിട്ടും. നമുക്കൊരു സ്ക്വയർ കിട്ടും. ആ വലിയ സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഒരു 36 ആണെന്ന് വിചാരിക്കുക. 36 ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്നെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചെറിയ സമചതുരത്തിന്റെ ഒരു വശം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയുള്ള നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യം. സോ ഇവിടെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ചെറിയൊരു സമചതുരായിരുന്നു. ഈ സമചതുരത്തിന്റെ ഓരോ വശങ്ങളും ഞാൻ എന്ത് ചെയ്തു? ഓരോ സെന്റിമീറ്റർ വീതം കൂട്ടി. ഓരോ സെന്റിമീറ്റർ വീതം കൂട്ടിയപ്പോൾ എനിക്ക് വലിയൊരു സമചതുരം കിട്ടി, ഒരു വലിയ സ്ക്വയർ കിട്ടി. അതിന്റെ ഏരിയയാണ് 36. അതിന്റെ ഏരിയ അല്ലെങ്കിൽ അതിന്റെ പരപ്പളവാണ് 36 എങ്കിൽ ആദ്യം നമ്മൾ ആ വലിയ സമചതുരത്തിന്റെ ഒരു വശത്തായിരിക്കും, നമുക്കറിയാം വശത്തിന്റെ വർഗമായിരിക്കും പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ നമുക്ക് ഒരു വശം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ വർഗമൂലം നമ്മൾ എടുക്കുക. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആ വലിയ സമചതുരത്തിന്റെ ഒരു വശം അത് എത്ര ആയിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും, 6 സെന്റിമീറ്റർ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സമചതുരത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ കൂട്ടിയിട്ടാണ് നമുക്ക് ആ വലിയ സമചതുരം കിട്ടിയത്. അപ്പൊ ചെറിയ സമചതുരത്തിന്റെ ഒരു വശം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വലിയ സമചതുരത്തിന്റെ ഒരു വശം 6 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്ന് ഒന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ചോദ്യം എങ്ങനെ നമുക്ക് എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി വേഗം മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുക. അപ്പൊ ആദ്യം നമ്മളെ കയ്യിലുണ്ടായിരുന്നത് ഒരു ചെറിയ സമചതുരമായിരുന്നു. ഒരു ചെറിയ സമചതുരം. ഈ സമചതുരത്തിന്റെ ഒരു വശം നമുക്ക് എന്താന്നറിയില്ല. അപ്പൊ ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് ഓരോ വശങ്ങളും ഓരോ സൈഡ്സും ഞാൻ എന്ത് ചെയ്തു? കൂട്ടി വലുതാക്കിയിട്ടുള്ള ഒരു സമചതുരം ഞാൻ എടുത്തു. ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പരപ്പളവ് സമം 36 ആണ്. സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുന്നു, ചതുരശ്ര സെന്റിമീറ്റർ എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ 36 അല്ലെങ്കിൽ പരപ്പളവ് 36 ആണെങ്കിൽ നമുക്കറിയാം ഒരു വശം A ആണെങ്കിൽ A സ്ക്വയർ ആണ് പരപ്പളവ്, ദാറ്റ്സ് ഈക്വൽ ടു 36. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് 36. A സമം 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോ ഒരു വശം 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഈ ചെറിയ സമചതുരത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്മോൾ സ്ക്വയറിൽ നിന്ന് എങ്ങനെ ലാർജ് കിട്ടിയത്? 1 സെന്റിമീറ്റർ ഞാൻ ഇൻക്രീസ് ചെയ്തു.
അപ്പൊ ഇനി നേരെ തിരിച്ച് ഇതിലേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്ന് 1 സെന്റിമീറ്റർ ഞാൻ ഇങ്ങോട്ട് കുറച്ചാൽ മതി. 1 സെന്റിമീറ്റർ കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരിക? 6 എന്നുള്ളത് 5 സെന്റിമീറ്റർ എന്നാകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് ബീജഗണിതമായിരിക്കും പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ബീജഗണിത രൂപത്തിൽ എങ്ങനെ ചെയ്യുക? നമുക്ക് ആവശ്യം ഇതാണ്, ബീജഗണിത രൂപത്തിൽ നമ്മൾ ഇത് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം നമ്മളുടെ ചോദ്യം എന്താണ്? ഒരു ചെറിയ സമചതുരത്തിന്റെ ഓരോ വശങ്ങളും 1 സെന്റിമീറ്റർ കൂട്ടി വലുതാക്കി ലഭിച്ച വലിയ സമചതുരത്തിന്റെ പരപ്പളവ് 36 ആണ്, 36 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ്, അപ്പൊ ആദ്യം നമ്മൾ ലാസ്റ്റ് നോക്കുക. ലാസ്റ്റ് ഏതാ പറഞ്ഞിട്ടുള്ളത്? ചെറിയ സമചതുരത്തിന്റെ ഒരു വശം എത്ര? അപ്പൊ ഞാൻ എഴുതുന്നു ചെറിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എന്താണോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതിന് നമ്മൾ x കൊടുക്കുക. സോ ആദ്യം നമ്മൾ നോക്കുക, ചെറിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് x. അപ്പൊ അല്ലെങ്കിൽ സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x സെന്റിമീറ്റർ എന്നെടുക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതാണ്. പല കുട്ടികളും പറയാറുണ്ട്, സാറേ ഏതിനാ x കൊടുക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, എന്താണോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതിന് നമ്മൾ ആദ്യം x കൊടുക്കുക. അപ്പൊ നമ്മളോട് ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഞാൻ ഇതിന് x എന്ന് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അടുത്ത ലൈന് നമ്മൾ വായിക്കുന്നു. എന്താ? ഫസ്റ്റ് തുടക്കം മുതൽ വായിക്കുന്നു. ഒരു ചെറിയ സമചതുരത്തിന്റെ ഓരോ വശത്തോടു കൂടി എന്ത് ചെയ്തു? 1 സെന്റിമീറ്റർ കൂട്ടി വലിയ സമചതുരം കിട്ടി. അങ്ങനെയാണെങ്കിൽ വലിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എന്താകും? അതായത് ചെറിയ സമചതുരത്തിന്റെ വശത്തിലേക്ക് 1 കൂട്ടി, അതായത് x + 1 എന്ന് കിട്ടി. അപ്പോ അല്ലെങ്കിൽ നമുക്ക് ഏതാ? സൈഡ് ഓഫ് ലാർജ് സ്ക്വയർ എന്ന് പറയുന്നത് x + 1 എന്ന് കിട്ടി. ഇനി അതിന് വേറൊരു കാര്യം കൂടി തന്നിട്ട് അടുത്ത ലൈന് നമ്മൾ വായിക്കുന്നു. ഏരിയ ഓഫ് ദാറ്റ് സ്ക്വയർ ഈസ് 36. ആ വലിയ സമചതുരത്തിന്റെ പരപ്പളവ്, ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? 36 ആണ് എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി എഴുതാം. എന്താ? എങ്ങനെയാണ് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണുക? അതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഒരു സമചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ ആണ് അല്ലെങ്കിൽ വശം സ്ക്വയർ ആണ് എന്നറിയാം. ദാറ്റ്സ് ഈക്വൽ ടു എത്ര? 36 എന്ന് കിട്ടി. ഇപ്പൊ സൈഡിന് നമ്മൾ x ആണ് കൊടുത്ത്, പക്ഷെ ഇവിടെ വലിയ സമചതുരത്തിൻ്റെതാണ് പരപ്പളവ് 36 വന്നിട്ടുള്ള അല്ലെങ്കിൽ 36 വന്നിട്ടുള്ളത്. സോ ഇവിടെ ഒരു വശം എന്ന് പറയുന്നത് എന്തായി? x + 1 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 36. സോ അങ്ങനെയാണെങ്കിൽ x + 1 ഈസ് ഈക്വൽ ടു √36 എന്ന് കിട്ടും. x + 1 √36 ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോക്കുക, √36 x + 1 ഈസ് ഈക്വൽ ടു 6. കാരണം √36 എന്ന് പറയുന്നത് √36 എന്ന് പറയുന്നത് 6 ആണ്. ഇനി ഈ ഒരു +1 നമ്മൾ ഈ x-നെ നമ്മൾ ഒറ്റക്ക് നിർത്തണം. കാരണം x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ x ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, 6 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു 5. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു ബീജഗണിത രൂപത്തിൽ അല്ലെങ്കിൽ ഓൾജിബ്രയിൽ വെച്ച് നമ്മൾ ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു രീതിയാണ്, ഒരു ചാപ്റ്റർ ആണ് ഇത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിന്റെ തുടർച്ചയായി നമുക്ക് വേറൊരു പാഠം കൂടിയും വരുന്നുണ്ട്. സോ അതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടാകും ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതൊന്ന് ചെയ്യും. സോ ആദ്യം പേജ് നമ്പർ 81-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ പറഞ്ഞുതരാം. ഒരു സമചതുരം, ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും, ലാർജ് സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും 2 സെന്റിമീറ്റർ റെഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ കുറച്ചു. ഒരു സമചതുരത്തിന്റെ വശങ്ങൾ എന്ത് ചെയ്തു? 2 സെന്റിമീറ്റർ കുറച്ചു. അപ്പൊ എനിക്ക് ചെറിയ ഒരു സമചതുരം കിട്ടി, വേറൊരു സമചതുരം കിട്ടി. അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 49 സെന്റിമീറ്റർ സ്ക്വയർ ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു വശം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ആദ്യം ഒന്നുകൂടി പറയാം. ഒരു ചെറിയ സമചതുരം, ആദ്യം ഒരു സമചതുരമുണ്ട്. ഇതിന്റെ ഓരോ വശങ്ങളും 2 സെന്റിമീറ്റർ ഞാൻ റെഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ കുറച്ചു എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് എന്ത് കിട്ടി? മറ്റൊരു സമചതുരവും കിട്ടി. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്. 49 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു വശം എത്ര എന്നുള്ളതാ നമുക്ക് മനസ്സിലാലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇതിന്റെ പരപ്പളവ് 49 ആണെങ്കിൽ ഇതിന്റെ ഒരു വശം ഇതിന്റെ വർഗമൂലമായിട്ടുള്ള 7 ആയിരിക്കും. ഒരു വശം 2 സെന്റിമീറ്റർ കുറച്ചപ്പോഴാണ് എനിക്ക് 7 കിട്ടിയത് എങ്കിൽ എനിക്ക് ഇതിന്റെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് ഞാൻ 2 ആഡ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. 9 സെന്റിമീറ്റർ. സോ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാം. ഇത് എങ്ങനെ നമുക്ക് ആൾജിബ്രയിൽ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മളോട് നോക്കേണ്ടത് എന്തായിരുന്നു? എന്താണോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതിന് x കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു വശം. സോ ഞാൻ എഴുതുന്നു, ഇവിടെ നമുക്ക് ഇത് വലിയ സമചതുരമാണ്. ഞാൻ എഴുതുന്നു വലിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് that's equal to x. That means the side of a square is equal to x എന്ന് എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ചെറിയ സമചതുരത്തിന്റെ ഒരു വശം എത്രയായിരിക്കും? നമുക്കറിയാം ചെറിയ ഒരു സമചതുരത്തിന്റെ കിട്ടുന്നത് വലുതിൽ നിന്ന് 2 കുറച്ചതാണ്. അപ്പോ വലുത് x ആണ്, അതിന് 2 കുറക്കുന്നു, x - 2 എന്ന് കിട്ടി. ഈ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 49 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്കറിയാം പരപ്പളവ്, ഒരു സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് വശത്തിന്റെ സ്ക്വയർ ആണ്. അതായത് നമ്മൾ പറയുന്ന വശം എന്ന് പറയുന്നത് x - 2 എന്നാണ്. സോ x - 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. സോ അങ്ങനെയാണെങ്കിൽ x - 2 എന്ന് പറയുന്നത് √49 ആയിരിക്കും. x - 2 ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. സോ അങ്ങനെ ആയിരുന്നെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ -2നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോ 7 + 2 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 9. സോ നമ്മുടെ ആൻസർ കിട്ടി. ഈ x എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? വലിയ സമചതുരത്തിന്റെ ഒരു വശം അല്ലെങ്കിൽ ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പേജ് നമ്പർ 81-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനമാണ് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ആണ് ഇത്. ഈ ചെറിയ സമചതുരം ഇത്. ഈ ഗ്രൗണ്ടിന് ചുറ്റും ആയിട്ടുള്ള സമചതുരാകൃതിയിൽ തന്നെ 2 മീറ്റർ വീതിയിൽ 2 മീറ്റർ വിഡ്ത്തില് ഒരു പാത്ത് ഉണ്ട് അല്ലെങ്കിൽ ഒരു നടപ്പാതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പാത്ത് അല്ലെങ്കിൽ നടപ്പാതയുടെയും ഗ്രൗണ്ടിന്റെയും ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഈ രണ്ടും കൂടിയിട്ടുള്ള ഈ ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് വലിയ ഈ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. പരപ്പളവ് സമം 1225 എന്ന് തന്നിട്ടുണ്ട്. സോ പരപ്പളവ് എന്ന് പറയുന്നത് 1225 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ ഗ്രൗണ്ടിന്റെ മാത്രം പരപ്പളവ് എത്ര എന്നുള്ളതാണ്. ഗ്രൗണ്ടിന്റെ മാത്രം പരപ്പളവ്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതാണ് നമ്മളെ മനസ്സിൽ ആദ്യം വരേണ്ടത്. അപ്പൊ ആദ്യം ഇവിടെ ഏതാ കണ്ടുപിടിക്കാൻ പറഞ്ഞ? സമചതുരത്തിന്റെ പരപ്പളവ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഞാൻ പറഞ്ഞിരുന്നു എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതിനാണ് നമ്മൾ x കൊടുക്കേണ്ടത്. പരപ്പളവിന് നമ്മൾ x കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ പരപ്പളവ് നമുക്ക് കിട്ടണമെങ്കിൽ ഏതിന് നമ്മൾ x കൊടുക്കണം? അപ്പൊ നമുക്കറിയാം ആ സമചതുരത്തിന്റെ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിന്റെ ഒരു വശത്തിന് ഞാൻ x കൊടുക്കുന്നു.
അപ്പൊ ഞാൻ ഇവിടെ വലിയ സമചതുരം എന്ന് പറയുന്നത് ഈ രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ചെറിയ സമചതുരം എന്ന് പറയുന്നത് ഗ്രൗണ്ടിൻ്റെതാണ്. അപ്പൊ ഞാൻ ചെറിയ സമചതുരം എന്നാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ചെറിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഞാൻ എക്സ് എന്നെടുത്തു. അപ്പോ ഇത് എക്സ് ആണെന്ന് എടുത്തു. അതേപോലെ തന്നെ ഈ പാതയുടെ എല്ലാം വിഡ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഇങ്ങോട്ടും 2 മീറ്റർ ആണ്, ഇങ്ങോട്ടും 2 മീറ്റർ ആണ്, എല്ലാ സൈഡിലേക്കും 2 മീറ്റർ ആണ്. എല്ലാ സൈഡിലേക്കും നമുക്ക് 2 മീറ്റർ ആയിട്ടാണ് ഇതിവിടെ വന്നിട്ടുള്ള ഈ പാതയുടെ വീതി എന്ന് പറയുന്നത്. അപ്പോ ചെറിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എക്സ് എന്നാണെങ്കിൽ വലിയ സമചതുരത്തിന്റെ ഒരു വശം എന്തായിരിക്കും? വലിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു വശം, ഒരു സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ വരെ എക്സ് ആണ്, ഇങ്ങോട്ടും 2 ഉണ്ട്, ഇങ്ങോട്ടും 2 ഉണ്ട്. അപ്പൊ ഇതെന്തായി മാറി? x+4 എന്നായി മാറി. സോ അങ്ങനെയാണെങ്കിൽ x+4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു വലിയ സമചതുരത്തിന്റെ അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെയും മൈതാനത്തിന്റെയും ആകെ പരപ്പളവ് എന്ന് പറയുന്നത് 1225 ആണ്. സോ പരപ്പളവ് സമം 1225 എന്ന് കിട്ടി. സോ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വശം സ്ക്വയർ ആണ്. വശം സ്ക്വയർ എന്ന് പറയുന്നത് 1225 ആണെന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് ഏതിന്റെ പരപ്പളവാണ് നമുക്ക് തന്നെ? ഈ മൈതാനവും പാതയും ചേർന്നിട്ടുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ പാത്തും ഗ്രൗണ്ടും ഉൾപ്പെടുന്ന ഭാഗമാണ്. അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, x+4 whole square that's equal to 1225. സോ x+4 എന്ന് പറയുന്നത് എന്തായിരിക്കും? x+4 എന്ന് പറയുന്നത് √1225 എന്ന് കിട്ടി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ വർഗ്ഗമൂലം നമ്മൾ കണ്ടുപിടിക്കാണ്. x+4 സമം എന്ത് കിട്ടി? 35 എന്ന് കിട്ടി. x+4 സമം 35. സോ x is equal to 35 - 4. സോറി, ഇവിടെ +4 എന്ന് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ x is equal to 31 എന്ന് നമുക്ക് കിട്ടും. സോ x സമം നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 31 എന്ന് കിട്ടും. അപ്പോ ഒരു വശം, അതായത് ചെറിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് 31 ആണ്. അപ്പോ ഗ്രൗണ്ടിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്, ഗ്രൗണ്ടിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ സ്ക്വയർ, x² that's equal to 31 സ്ക്വയർ. നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു സംഖ്യയുടെ വർഗം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ നമ്മൾ ഇവിടെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 961 എന്നുള്ളതായിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക, ഈ ഗ്രൗണ്ടിന്റെ പരപ്പളവ്. സോ വർഗം കാണാനുള്ള വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വളരെ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് എങ്ങനെ 1 മുതൽ 1000 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് ഉപയോഗിച്ച് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 2, 5, 8 എക്സെട്ര എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിതമാറ്റിക് സീക്വൻസ്. ഇതിലെ ഏതോ ഒരു ടേമിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്, ഈ അരിതമാറ്റിക് സീക്വൻസിലെ ഒരു പദത്തിന്റെ വർഗം എന്ന് പറയുന്നത്, ടേമിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? 2500 ആണ് എന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പദത്തിന്റെ വർഗം എന്ന് പറയുന്നത് 2500 എന്ന് തന്നിട്ടുണ്ട് നമ്മളോട്. അങ്ങനെയാണെങ്കിൽ അത് എത്രാമത്തെ പദമാണ് എന്നാണ് ചോദിക്കുന്നത്. എത്രാമത്തെ പദം അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ, ഏത് പൊസിഷനിലുള്ള ടേമിന്റെ സ്ക്വയർ ആണ് 2500, അല്ലെങ്കിൽ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പദത്തിന് ഏതാണോ പദം എന്നാ പറയാൻ അറിയാത്തോണ്ട് ഞാൻ nth ടേം എന്ന് എഴുതുന്നു, nth പദം, അല്ലെങ്കിൽ n-ാം പദം എന്ന് എഴുതുന്നു, n-ാം പദം. n-ാം പദത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നത് xn എന്നുള്ളതാണ്. നമ്മൾ സമാന്തര ശ്രേണി എന്നുള്ള പാഠം പഠിച്ചതാണ്.
സമാന്തര ശ്രേണിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തിൽ വരും. അപ്പോൾ സമാന്തര ശ്രേണിയുടെയും വീഡിയോയിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, അത് കാണാം. nth ടേം എന്നാം പദം എന്ന് പറയുന്നത് xn ആണ്. സോ xn എന്ന് പറയുന്നതാണ് xnന്റെ വർഗമാണ് എന്ത് 2500 എന്ന് പറയുന്നത്. അപ്പോ xn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? xn is equal to √2500 എന്ന് കിട്ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ xn അതായത് nth ടേം എന്ന് പറയുന്നത് √2500 എന്ന് പറഞ്ഞാൽ 50 ആണ്. സോ ഇതിന്നൊരു കാര്യം മനസ്സിലായി, ഈ സമാന്തര ശ്രേണിയിലെ 50 എന്ന് പറയുന്ന പദത്തിന്റെ വർഗമാണ് 2500. ആ പദം നമുക്ക് കിട്ടി. ഇനി 50ന്റെ പൊസിഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ xn എന്ന് പറയുന്നത് അതിന്റെ ബീജഗണിത രൂപമാണ് എന്ന് നമുക്കറിയാം. അപ്പോ xn എന്ന് പറയുന്നതിന്റെ ബീജഗണിത രൂപം നമ്മൾ അതിന്റെ ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് xn എന്ന് പറയുന്നത്. ഇത് സമാന്തര ശ്രേണിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ xn എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം dn പ്ലസ് f മൈനസ് d ദാറ്റ്സ് ഈക്വൽ ടു 50 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ d എന്ന് പറയുന്നത് ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. 3n പ്ലസ് ആദ്യ പദം എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 50 എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് എഴുതുമ്പോ 3n ഇവിടെ കുറക്കുമ്പോൾ -1 ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. സോ നമ്മൾ ഇത് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് 3n ഈസ് ഈക്വൽ ടു 50 ഇതിനങ്ങോട്ട് കൊണ്ടുപോകുമ്പോ +1 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ 3n എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 51/3 എന്ന് ഉത്തരം വരും. സോ n ഈസ് ഈക്വൽ ടു 51 എത്ര 3 ആണുള്ളത്? n ഈസ് ഈക്വൽ ടു 17 എന്ന് ആൻസർ വരും. സോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഈ അരിതമാറ്റിക് സീക്വൻസിലെ 17ാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തി.